ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കാർ ഗാരേജ്. കുറേ ദിവസം വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ട് COVID-19 ആയിട്ട് പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ കല്യാണമായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാനായിട്ട് കുറച്ച് ലേറ്റായി. അപ്പോൾ COVID-19 ആയാലും നമ്മളുടെ വർക്ക്ഷോപ്പ് ഓപ്പണാണ്, വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ മാഹി കഴിഞ്ഞ് തലശ്ശേരി ഒരു വണ്ടി എടുക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കുക. അവിടെ ഇപ്പം കണ്ണൂർ ഭാഗത്ത് ഹോട്ട്സ്പോട്ടാണ്, പക്ഷേ മാഹി അങ്ങോട്ട് കുഴപ്പമില്ല. അപ്പോൾ അവിടെ ഒരാൾ കൊണ്ടുത്തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് വണ്ടി പിക്കപ്പ് ചെയ്യാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വണ്ടിയിൽ ഇറക്കിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ റെഡ് ഇന്നോവ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതും ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. കുറച്ച് വണ്ടികൾ ഡെലിവറി ആയി, പക്ഷേ അതിലൊന്നും വീഡിയോസ് എടുക്കാനായിട്ട് നമുക്ക് പറ്റിയില്ല. എടുക്കാൻ പോണത് നമ്മൾ ആ COVID-19 ഒരു പ്രോട്ടോക്കോള് വെച്ചിട്ടൊക്കെ തന്നെയാണ് പോണത്. നമ്മൾ ഫുഡൊന്നും പുറത്തുനിന്ന് കഴിക്കണില്ല. സാധനങ്ങളൊക്കെ വണ്ടിയിൽ തന്നെ സെറ്റ് ചെയ്തേക്കാണ്. COVID-19 പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വാഹനങ്ങളൊക്കെ പൊതുവെ കുറവാണ് റോഡുകളിൽ. പിന്നെ ബസ്സാണെങ്കിൽ തീരെ സർവീസിങ് ഇല്ലെന്ന് തോന്നുന്നുണ്ട്. ഈ ട്രാൻസ്പോർട്ട് ബസ് സർവീസ് എന്ന് പറഞ്ഞിട്ടും ഒരു ട്രാൻസ്പോർട്ട് ബസ് പോലും കണ്ടിട്ടില്ല. പിന്നെ പൊതുവെ ആൾക്കാരുകളൊന്നും തിരക്കൊന്നുമില്ല. ഇപ്പോൾ 8 മണിക്ക് ആയിട്ടുള്ളൂ. ചിലപ്പോൾ അതായിരിക്കാം 10 മണി സമയത്തേക്കുള്ള കടകളൊക്കെ തുറക്കുക. അപ്പോൾ അത് തന്നെ ആയിരിക്കാം. അപ്പോൾ നമ്മളുടെ വൈഫിനെ ഒന്ന് പരിചയപ്പെടാൻ, നമ്മളെ കരുവന്നൂരാണ് വീട്. തൃശ്ശൂർ കരുവന്നൂരാണ് വീട്. പേര് ജിഫി എന്നാണ്. ഇതാണ് നമ്മളിങ്ങോട്ട് പോന്നപ്പോൾ നമ്മൾ ഫുഡ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു. പക്ഷേ ഇവിടെ തട്ടുകടകൾ, അതുപോലെ തന്നെ ചായക്കടകൾ, ഹോട്ടലുകളൊക്കെ തുറന്നിട്ടുണ്ട്. വലിയ ഹോട്ടലുകളൊന്നും അങ്ങനെ തുറന്നിട്ടില്ല. എന്നാലും ഇപ്പോൾ ട്രാവലിങ് ചെയ്യുമ്പോൾ ഫുഡിന് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല കേട്ടോ. ഇപ്പോൾ കോവിഡ് പ്രശ്നങ്ങളായതുകൊണ്ട് ചായക്കടകളൊന്നും അടച്ചിരുന്നിട്ടൊന്നുമില്ല, തുറന്നിട്ടേക്കുണ്ട്. എന്നാലും നമ്മളുടെ സേഫ്റ്റിക്ക് നമ്മൾ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, ഭക്ഷണം കഴിക്കാൻ നിർത്തിയേക്കാണ്. ഭക്ഷണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചായ കാലത്ത് ഇപ്പോൾ 6:30 നമ്മൾ ഇറങ്ങിയത്. അപ്പോൾ ചായ ഒന്നങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ചായ കുടിച്ച് 2 ബിസ്ക്കറ്റ് കഴിച്ച് പോകുന്നതാണ്. ഇഡ്ഡലിയും സാമ്പാറും കൊണ്ടുവന്നിട്ട് അപ്പോൾ കഴിക്കാനുള്ള പ്ലാനാണ്. നമ്മൾ നേരത്തെ വണ്ടി തിരക്കില്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു, പക്ഷേ നല്ല തിരക്കുണ്ട് കേട്ടോ. ഇപ്പോൾ കോഴിക്കോട് ഒക്കെ എത്തിയപ്പോൾ ഭയങ്കര തിരക്കാണ്. സാധാരണമാതിരിയൊക്കെ തന്നെയാണ്. കടകളെല്ലാം തുറന്നിട്ടുണ്ട്. സാധാരണ വണ്ടികളൊക്കെ പോകുന്നുണ്ട്. വെറുതെ അല്ല ഇങ്ങനെ ആളുകളുടെ എണ്ണം, COVID-19 ബാധിച്ച ആളുകളുടെ എണ്ണം കൂടുന്നത്. കാരണം അത്രയ്ക്കും തിരക്കുണ്ട് റോഡുകളിലൊക്കെ. ഷോപ്പുകളൊക്കെ തുറന്നിട്ടുണ്ട്. സൈഡിൽ കച്ചവടക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടി കളക്ട് ചെയ്തു. നമ്മളിവിടെ മാഹിന്നാണ് വണ്ടി കളക്ട് ചെയ്തത്. അപ്പോൾ ഇതാണ് വണ്ടിക്ക് കുറച്ച് ഡെൻറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു കടപ്പുറത്തിൻ്റെ ഒരു തിട്ടയുടെ അപ്പുറത്ത് നിർത്തിയേക്കാണ്. ഭക്ഷണം നമ്മൾ കൊണ്ടുവരിക ചെയ്തേക്കണത്. അപ്പോൾ അതന്നെ കുഴപ്പമില്ല, ഇവിടെ നിന്ന് കഴിക്കാം. ഹോട്ടലിലേക്ക് കയറുന്ന ഒരു കാരണം ഭക്ഷണം കൊണ്ടുവരിക ചെയ്തന്നെ. സാനിറ്ററി ഇട്ട് തുടച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അവിടെയൊക്കെ ആൾക്കാർ തൊട്ടുണ്ടാവില്ല. അപ്പോൾ അത് കാരണം പിന്നെ സൈഡിലേക്ക് സാനിറ്ററിയൊക്കെ ഇട്ട് തുടച്ച് ക്ലിയർ ചെയ്യണം. സീറ്റൊക്കെ ഇട്ട് മൊത്തം ക്ലിയർ ചെയ്തു. അപ്പം അങ്ങനെയൊക്കെ പ്രോട്ടോക്കോളൊക്കെ പാലിച്ചുകൊണ്ട് ഞങ്ങൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കണം. ആദ്യം ഭക്ഷണം കഴിക്കാം. നമ്മൾ നിൽക്കുന്ന സ്ഥലമാണ് ഇത് കാണുന്നത്.
ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇവിടെ ഇരിക്കുകയാണ്. ഭക്ഷണം ഞങ്ങൾ ഇങ്ങനെ എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ ഇവിടെ ഇരിക്കാനുള്ള പ്ലാനിലാണ്. കാരണം അപ്പോൾ നമ്മൾ വണ്ടി എടുത്ത് ഭക്ഷണം കഴിച്ച് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ കൊറോണയും കോവിഡൊക്കെ ആയതുകൊണ്ട് വണ്ടികളൊക്കെ എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പിക്കപ്പ് ചെയ്യും, കുഴപ്പമില്ല. പ്രോട്ടോക്കോളൊക്കെ അനുസരിച്ച് നമ്മൾ പിക്കപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ അതേപോലെ തന്നെ ആൾക്ക് വരാൻ ബുദ്ധിമുട്ടുള്ള കാരണം, തിരിച്ചു പോകാനായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള കാരണം നമ്മൾ പോയി എടുത്ത വണ്ടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇനിയും അപ്പോൾ തുടർന്നും ഇങ്ങനെയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇനിയും കാണുക. തുടർന്ന് കാർ ഗാരേജിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇനി ഉണ്ടാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കാർ ഗാരേജ്. കാർ ഗാരേജ് എന്ന് വന്നിരിക്കുന്നത് കുറച്ച് ദിവസമായി വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്, അതുപോലെ തന്നെ ഇന്ന് കുറച്ച് വണ്ടികളൊക്കെ കൂടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു ഗോൾഡൻ കളർ വണ്ടിയായിരുന്നു, ഷാമ്പ്യൻ ഗോൾഡ് എന്ന് പറഞ്ഞ വണ്ടിയായിരുന്നു. ഇതിപ്പോൾ പേൾ വൈറ്റിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇതിപ്പോൾ പ്ലാറ്റ്ഫോം കംപ്ലയിൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വാട്ടർ ലീക്കേജ് ഉണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ട് ഗ്ലാസ് അയച്ച് ആ വാട്ടർ ലീക്കേജിൻ്റെ ഇത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്ലാറ്റ്ഫോം എപ്പോക്സി കോട്ടിങ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ക്രിസ്റ്റയ്ക്ക് പറഞ്ഞ പേൾ വൈറ്റാണ് ഈ വണ്ടിക്ക് അടിച്ചാണത്. ഇപ്പോൾ ക്രിസ്റ്റയ്ക്ക് പേൾ വൈറ്റ് ഇത്തിരി വൈറ്റ്നസ് കൂടിയ പേൾ വൈറ്റാണ് വരുന്നത്. മഞ്ഞപ്പ് ഇതിൽ കുറവായിട്ട് ഇപ്പോൾ അടിക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗി വരുന്നുണ്ട് കേട്ടോ. ഇതേപോലെ തന്നെ നമ്മൾക്ക് ചെയ്ത് കഴിഞ്ഞ വണ്ടിയാണ്. ഒരു ഷാമ്പ്യൻ ഗോൾഡ് വണ്ടിയായിരുന്നു, തമിഴ്നാട് രജിസ്ട്രേഷൻ വണ്ടിയാണ്. അപ്പോൾ ഇതിനെ നമ്മൾ പോളോ റെഡാണ് അടിച്ചാണത്. താഴെ പോളോ റെഡ് അടിച്ചാണ്. അതുപോലെ തന്നെ മേലിൽ ഗ്ലോസി ബ്ലാക്ക് അടിച്ചാണത്. ഇത്ര ഇവിടെ നിന്ന് അങ്ങോട്ട് ഗ്ലോസി ബ്ലാക്ക് അടിച്ച് അതിൻ്റെ പോളിഷിങ് കഴിഞ്ഞിട്ടില്ല, അടിച്ച് 2 ദിവസമായി അടിച്ചിട്ട് അങ്ങനെ ഗ്ലോസി ബ്ലാക്ക് അടിച്ച്. അതുപോലെ തന്നെ ബാക്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് അടിച്ചു കൊടുത്തന്നെ, കട്ടിങ് അടിച്ചു കൊടുത്തന്നെ. അപ്പോൾ ഇങ്ങനെ ഒരു കട്ടിങ് മൊത്തത്തിലൊരു ബ്ലാക്ക് ഷെയ്ഡ് വന്നതിന് അങ്ങനെ ഒരു പ്രത്യേക ഭംഗിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതാണത്. കസ്റ്റമർ പറഞ്ഞ രീതിയിലാണ് നമ്മൾ ഈ ഒരു വണ്ടി ചെയ്തതാണ് കേട്ടോ. അവരുടെ ഇന്നർ സൈഡുകളിലും ഇവിടെ തന്നെ ഇന്നർ സൈഡും അടിച്ചിട്ടുണ്ട്. ഇന്നർ സൈഡും ഇത്രയും ഭാഗം അടിച്ചിട്ടുണ്ട് കേട്ടോ. റെഡ് കളർ വണ്ടി ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ക്രിസ്റ്റ ലിമിറ്റഡ് എഡിഷൻ വരുന്നൊരു കളറാണ്. അപ്പോൾ അതും കംപ്ലീറ്റ് ആയിട്ട് മെറ്റാലിക്കാണ്. അപ്പോൾ ഒരു വണ്ടി നമ്മൾ ഫൈനൽ ചെയ്തിട്ടുണ്ട്, റെഡ് വണ്ടിയാണ്. എല്ലാവർക്കും റെഡ് വണ്ടി വീഡിയോ ചെയ്യുമ്പോൾ ഭയങ്കര താല്പര്യമൊക്കെ ആയതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഒന്ന് ജസ്റ്റ് നിങ്ങൾ കാണിച്ചു തരാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. റെഡ് കളർ വണ്ടി തന്നെയായിരുന്നു. നമ്മളിപ്പോൾ അതിന് മെറ്റാലിക് കളർ റെഡ്, അതായത് നമ്മളെ ക്രിസ്റ്റയ്ക്ക് പറഞ്ഞ റെഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഡിയർ ഹെഡ്ലൈറ്റ് ബാക്ക് ഡീറ്റെയിൽ നമ്മൾ തന്നെ കണ്ണോഷി നോ മാത്രമല്ല ഫോർച്യൂണർ പറ്റും. ഇപ്പോൾ ഫോർച്യൂണർക്ക് ഒരുപാട് എൻക്വയറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു വണ്ടി നമ്മൾ ഫ്രണ്ടേജ് മാത്രം റീപ്ലേസ്മെൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതായത് ഫോർച്യൂണറിൻ്റെ ഫ്രണ്ട്, അതായത് ടൈപ്പ് 3യിലേക്ക് ഫോർച്യൂണറിൻ്റെ പഴയ ഫോർച്യൂണറിനെ ടൈപ്പ് 3യിലേക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ ആ വണ്ടി ഒരു വണ്ടി നമ്മൾ ഫ്രണ്ടേജ് മാത്രം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സൈഡിൽ വരുന്ന പാഡും കാര്യങ്ങളൊക്കെ മാറ്റണം. ബാക്കിൽ ഡിക്കിയുടെ ടൈലൈറ്റ്, അതുപോലെ തന്നെ ഡിക്കി ക്രോം, ബമ്പറും കാര്യം റീപ്ലേസ്മെൻറ്റ് ചെയ്യണം. പക്ഷേ ഇത് ഫ്രണ്ടേജ് മാത്രമേ വേണ്ടി നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സ്യൂ പറ്റും കൺവേർട്ട് ചെയ്യാനായിട്ട്. പക്ഷേ അതിൻ്റെ കോസ്റ്റ് നമ്മുടെ എസ്റ്റിമേറ്റ് ചില സമയങ്ങളിൽ പാർട്സിൻ്റെ റേറ്റുകൾക്ക് വേരിയേഷൻ വരുന്നതിന് കറക്റ്റ് ഒരു എമൗണ്ടായിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇന്നോവയ്ക്കൊക്കെ നമുക്ക് കറക്റ്റ്, ഫോർച്യൂണറൊക്കെ കറക്റ്റ് ഒരു എമൗണ്ടായിട്ട് നമുക്ക് പറയാൻ പറ്റും. നമ്മുടെ ബ്ലോഗ് നോക്കണം. അതായത് നമ്മുടെ
നമ്മുടെ വെബ്സൈറ്റ് നോക്കുന്നവർക്കറിയാം കറക്റ്റ് എമൗണ്ടൊക്കെ വെബ്സൈറ്റിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് കയറി നോക്കണമെങ്കിൽ അതിൻ്റെ എമൗണ്ട് കാര്യങ്ങൾ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഓക്കെ, കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ.